ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോ ആണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ. ഈ അടുത്ത് ഞാൻ ഉണ്ടാക്കിയ ഫ്ലവറുകളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു ഫ്ലവറാണ് ഇത്. ഇത് ബ്ലോസും അല്ല എന്നാൽ റോസും അല്ല, ഈ ബഡ് റോസ് ഉണ്ടല്ലോ ചെറുത്, അതുപോലത്തെ അല്ല, രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ടൈപ്പ് ഒരു ഫ്ലവറാണ്. ഞാനിതിനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഇതുണ്ടാക്കാൻ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു ക്രേപ്പ് പേപ്പർ വേണം. ഇതിപ്പോൾ ഞാൻ വൈറ്റ് ക്രേപ്പ് പേപ്പറിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ താഴേന്ന് ഒരു റെഡ് ലൈനിങ് വരുന്നുണ്ട്. അപ്പം ആദ്യം നമുക്ക് വേണ്ടത് വൈറ്റ് ക്രേപ്പ് പേപ്പർ, അതിൻ്റെ ഉള്ളിൽ കൊടുക്കാനായിട്ട് ഒരു യെല്ലോ ക്രേപ്പ് പേപ്പർ. നമുക്ക് രണ്ട് ടൈപ്പ് ക്രേപ്പ് പേപ്പേഴ്സാണ് നമുക്ക് കിട്ടുക. ഒന്ന് ഇങ്ങനെ നീളത്തിലുള്ള ടൈപ്പും പിന്നെ ഒന്ന് ഇതുപോലെ ചെറിയ ഒരു ഷീറ്റ് ടൈപ്പുമാണ് കിട്ടുക. ക്വാളിറ്റി വൈസ് ഇതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ഇത് ഒത്തിരി ഉണ്ടാവും, നമുക്ക് റീസണബിൾ റേറ്റുമാണ്. ഇതിന് ഇച്ചിരി പ്രൈസ് കൂടുതലാണ് കേട്ടോ. എന്നാലും നമുക്ക് പെറ്റൽസ് ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത് ഇങ്ങനത്തെ ക്രേപ്പ് പേപ്പറുകളാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം രണ്ടിൻ്റെയും. പിന്നെ നമുക്ക് വേണ്ട ഒരു സാധനമാണ് വയർ. ഫ്ലവർ മേക്കിങ്ങിന് എപ്പോഴും ആവശ്യമുള്ളൊരു സാധനം തന്നെയാണ് വയർ. പിന്നെ ഒരു ബ്രൗൺ ടേപ്പ് വേണം. ഓഫ് കോഴ്സ് സിസേഴ്സ് വേണം പെറ്റൽസ് വെട്ടാനായിട്ട്. ഒരു റെഡ് മാർക്കറോ റെഡ് സ്കെച്ച് പെന്നോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വേണം കളർ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളെ ആവശ്യമുള്ളൂ. നല്ല അടിപൊളി ഫ്ലവർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. പിന്നെ ആദ്യം ഞാൻ ഈ ഫ്ലവറിൻ്റെ ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒരു 3 സ്റ്റെപ്പായിട്ടാണ്, അതായത് ഒരു ബഡ്, പിന്നെ ഒന്ന് വിരിഞ്ഞ് വരുന്ന പോലത്തെ ഒരു പൂവ്, പിന്നെ അത്യാവശ്യം വിരിഞ്ഞ ഒരു പൂവ്, അങ്ങനെ ഒരു 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഞാൻ കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് നമ്മൾ ബഡ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഭാഗം. ഇതിൻ്റെ അകത്ത് ഒരു 4-5 കുഞ്ഞ് പെറ്റൽസ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവറാണ് അതിൻ്റെ താഴെ വരുന്നത്. ഇതിലിപ്പോൾ ഞാൻ ഒരു ഫ്ലവറും കൂടി ഉണ്ട് ഈ ഭാഗത്ത്. പിന്നെ ലാസ്റ്റ് അടിയിൽ ഏറ്റവും നല്ല വലിയൊരു ഫ്ലവറും കൂടി ഉണ്ട്. ഇതിൻ്റെ നടുക്കിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇതിൻ്റെ അകത്തൊരു യെല്ലോ പാട്ടുണ്ട്. അതാണ് നമ്മൾ യെല്ലോ ക്രേപ്പ് പേപ്പർ വെച്ചിട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു റെഡ് ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. അതിനാണ് നമ്മൾ ഈ സ്കെച്ച് പെന്ന് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതൊരു മാർക്കറാണ്, ഇത് വെച്ച് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് തുടങ്ങാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാവേ. നമ്മൾ വൈറ്റ് ക്രേപ്പ് പേപ്പർ എടുത്തിട്ട് ഇതിന് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇത് കണ്ടോ, ഒരു ഇഞ്ച് ഇതിൽ ഞാൻ മടക്കിയിട്ട് ഇത് നമുക്ക് ഒരു സിസേഴ്സ് എടുത്ത് കട്ട് ചെയ്യാം. സിസേഴ്സ് എടുത്ത് കട്ട് ചെയ്തു. അതിനുശേഷം ഇതിലാണ് നമ്മൾ പെറ്റൽ ചെയ്യുന്നത്. ഇതിനെ 4ആയിട്ട് മടക്കുക. ഇതിലെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രേപ്പ് പേപ്പറിൻ്റെ ഈ ലൈൻ ശ്രദ്ധിക്കണം. ഈ ലൈൻ ഇങ്ങോട്ട് വരുന്ന പോലെയായി, അതായത് ഒരു പെറ്റൽ വെക്കുമ്പം ഇങ്ങനെയായിട്ടിരിക്കണം. അതായത് ലൈൻ ഇങ്ങനെ താഴേന്ന് മുകളിലോട്ട് വരുന്നത് പോലെ ആയിരിക്കണം. അപ്പം ചെറിയ പെറ്റലാണ് നമ്മൾ വെട്ടിയെടുക്കണേ എന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്യാം. ഈ 2ആയിട്ട് കട്ട് ചെയ്തില്ലേ, അതിനെ നമുക്ക് 4ആയിട്ട് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഒരു ചെറിയ സിസേഴ്സ് എടുത്തിട്ട് നമ്മൾ ഒരു ഓവൽ ഷേപ്പിലാണ് നമ്മൾ പെറ്റൽ വെട്ടിയെടുക്കുന്നത്. നമുക്ക് നേരത്തെ വേണമെങ്കിൽ ഒരു കാർഡ്ബോർഡിലൊക്കെ വേണമെങ്കിൽ വെട്ടി വെക്കാം. ഇതിപ്പോൾ ഞാൻ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് വെട്ടുകയാണ്. കണ്ടോ, ഇങ്ങനെ വെട്ടി. അത് കഴിഞ്ഞിട്ട് ഈ സൈഡും ഇങ്ങനെ അങ്ങ് വെട്ടി. അപ്പോൾ നമുക്കിത് ഇങ്ങനെയൊരു ഓവൽ ഷേപ്പിലാണ് ഇത് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ അടിഭാഗം ഒന്നും കൂടി ഷേപ്പാക്കാനുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. അതായത് നമ്മുടെ ഈ ടി റാക്കറ്റൊക്കെ ഇല്ലേ, അതുപോലെ ഇങ്ങനെ ഒരു ബാറ്റിൻ്റെ ഷേപ്പിൽ ഇതിങ്ങനെ കണ്ടോ. അതായത് നമുക്കിവിടെ ഇത് എന്താണ് പറയുക, ത്രെഡ് വെച്ച് കെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് അധികം ഉണ്ടാവാൻ പാടില്ല. അതിൻ്റെ ബഡ് താഴത്തെ ഭാഗം ഒരുപാട് വീർത്തിരിക്കാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വെട്ടുന്നത്.
അപ്പോൾ ഇതാണ് നമ്മൾ ചെറിയ പെറ്റലിൻ്റെ ഷേപ്പ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇത് തന്നെ നമ്മൾ വലിയ പെറ്റലാണ് നമ്മൾ വെട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനെ ഇതേ അളവിലുള്ള ഇതിനെ തന്നെ നമ്മൾ 3 ഫോൾഡ് ചെയ്യുക. മനസ്സിലായോ? എന്നിട്ട് ഇതിനെ ഇതേപോലെ തന്നെ കുറച്ചും കൂടി ഇങ്ങനെ വൈഡായിട്ട് ചേർത്ത് വെട്ടണമെന്ന് മാത്രം. ഈ മോൾ ഭാഗം ഇങ്ങനെ ഉരുണ്ടിരിക്കണം കേട്ടോ. ഇങ്ങനെ വെട്ടുക. അതിന് ശേഷം ഇതിലോട്ട് ഇങ്ങനെ ഇതിങ്ങനെ ചേർത്ത് ഇങ്ങനെ വെട്ടിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് നോക്ക്, ഒരേ അളവിൽ തന്നെയാണ് നമ്മൾ മുറിച്ചത്, പക്ഷെ നമുക്ക് 2 അളവിലുള്ള പെറ്റൽസ് കിട്ടും. ഇങ്ങനെ 2 അളവിലുള്ള പെറ്റൽസാണ് നമുക്ക് ഈ ഫ്ലവർ മേക്ക് ചെയ്യാനായിട്ട് വേണ്ടത്. ഇത് നിങ്ങൾ എത്ര ഫ്ലവർ ഉണ്ടാക്കുന്നു അതിനനുസരിച്ച് ഇത് നേരത്തെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റേജ്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പെറ്റൽസിനെല്ലാം ഒരു ഷെയ്ഡ് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ 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 ജസ്റ്റ് ഒരു ഷെയ്ഡിങ് ചെയ്യുക. നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്നറിഞ്ഞൂടാ. നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് ഇങ്ങനെ 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 അങ്ങ് പോവാം. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കുക. കണ്ടോ? ഇത് ചെറിയ പെറ്റൽസിൽ മാത്രമല്ല, നമ്മൾ വലിയ പെറ്റൽസിലും ഇതിങ്ങനെ തന്നെ ചെയ്യണം. ഒരുപാടാവരുത്. നമ്മൾ ആ താഴേന്ന് മുകളിലോട്ട് വരുന്നത് പോലെ വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് പെറ്റൽസ് ഞാൻ ചെയ്യട്ടെ. അപ്പോൾ കുറച്ച് ചെറിയ പെറ്റൽസും കുറച്ച് വലിയ പെറ്റൽസും ഇതുപോലെ റെഡ് കളർ ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ പെറ്റലിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് ആക്കിയെടുക്കുന്നത് എന്നുള്ളതിലാണ് ഈ ഫ്ലവറിൻ്റെ ഭംഗിയിരിക്കുന്നത് കേട്ടോ. ഇതിൽ നമ്മൾ ഈ റൗണ്ട് ഭാഗം ഉണ്ടല്ലോ, മോൾ ഭാഗം, അവിടെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പയ്യെ, ഒരുപാട് അത് കീറിപ്പോവരുത്, എന്നിട്ട് ഈ കളർ ചെയ്ത ഭാഗം ഉള്ളിലോട്ട് പിടിച്ച് ഇങ്ങനെ ഒന്ന് വലിക്കണം. കണ്ടോ? ഇപ്പം അത് പെറ്റലിൻ്റെ ഷേപ്പായി. മോൾ ഭാഗം ഇങ്ങനെ ഒരു വേവി ഒരു ഇത് വരും. ഞാനപ്പോൾ ഒന്നും കൂടി കാണിച്ചു തരാവേ. ഇതിൻ്റെ മോൾ ഭാഗം ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട്, ഈ ഒരു വിരൽ അങ്ങോട്ടും ഒരു വിരൽ ഇങ്ങോട്ടും വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുക. കീറിപ്പോവരുത്. രണ്ടാമതും ചെയ്യുക. എന്നിട്ട് ഈ നടുഭാഗം അങ്ങോട്ട് പയ്യെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ സെൻറ്ററിലൊരു ഇതുണ്ടാക്കിയെടുക്കുക. ഇത് കണ്ടോ? അപ്പം നമുക്ക് ഇങ്ങനത്തെ പെറ്റലുകൾ കിട്ടും. ഓക്കെ, അപ്പം ചെറുതിലെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ചെറുതിലും ഇതേമാതിരി തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇത് വേഗം വേഗം ചെയ്ത് തീരുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇതാ കണ്ടോ? ചെറുതിലും ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഈ പെറ്റലിൻ്റെ ഈ ഭാഗം ഇങ്ങനെ ഒടിഞ്ഞും മടങ്ങിയും എല്ലാം ഒരു ഡിഫറെൻറ്റ് ഷേപ്പിലായിട്ട് ഇരിക്കണം. ഈ കളർ ചെയ്ത ഭാഗം ഇങ്ങനെ ഉള്ളിലോട്ട് കർവ് ചെയ്ത് വരുന്നത് പോലെ ആയിരിക്കണം കേട്ടോ. ഇങ്ങനെ. അപ്പോൾ ഞാൻ ഈ പെറ്റൽസ് എല്ലാം അങ്ങനെ ഷേപ്പാക്കി എടുക്കട്ടെ. ഈ ചെറിയ പെറ്റലുകളുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ഒറ്റ ഒരു പ്രാവശ്യം ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ സെൻറ്റർ ഭാഗം കുഴിച്ചെടുത്താലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അതിൻ്റെ ആ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് കണ്ടോ? ഇങ്ങനെയായിട്ട് കിട്ടും. ഇപ്പോൾ ഇതേ ചെറുതെല്ലാം ഞാൻ ചെയ്തെടുത്തു. ഇത് നല്ല ഭംഗിയാണ്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ പെറ്റൽസ് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. വലുതൊക്കെ ആകുമ്പോൾ നമുക്കിതുപോലെ 2 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് നമുക്കിങ്ങനെ വലിയ പെറ്റൽസും ആക്കിയെടുക്കാം. ഈ കട്ടിയുള്ള പേപ്പർ മേടിക്കാൻ പറയുന്നതിൻ്റെ ഒരു പെറ്റൽസ് ചെയ്യാനായിട്ട് എടുക്കാൻ പറയുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഇതിന് ഷേപ്പ് വരുത്തുമ്പം കനം കുറഞ്ഞ പേപ്പറുകളാണെങ്കിൽ കീറിപ്പോവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ.
അതുകൊണ്ടാണ് കട്ടിയുള്ള പേപ്പറുകൾ മേടിക്കണം, കട്ടിയുള്ള പേപ്പറിൽ പെറ്റൽസ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് അടുത്തതായിട്ട് ശരിയാക്കേണ്ടത് ഇതിൻ്റെ സെൻറ്ററിൽ വെക്കേണ്ട ഭാഗമാണ്. അപ്പം അതിനു വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ക്രേപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതും നന്നായിട്ട് സ്ട്രെച്ച് ആവും കേട്ടോ. ഇങ്ങനെ കണ്ടോ, അത്യാവശ്യം സ്ട്രെച്ച് ആവും, അതിൻ്റെ അത്ര ആകില്ലെങ്കിലും സ്ട്രെച്ചായി. അപ്പം ഇതിനെ നമുക്ക് ഇതിലധികം നീളത്തിലൊന്നും വേണ്ട, ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനെ നമ്മൾ ഫോൾഡ് ചെയ്ത് പിടിച്ച് കുഞ്ഞതായിട്ട് കട്ട് ചെയ്തെടുക്കണം. വളരെ ചെറുതായിട്ട് ഇതിനെ മാക്സിമം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതുപോലത്തെ ഒരു കുഞ്ഞു പീസ് ഞാൻ പിടിച്ചില്ലേ, മടക്കിയിട്ട് നാലാക്കിയിട്ട് മടക്കി പിടിച്ചില്ലേ, അതിൻ്റെ ഒരു ഭാഗം മതി ശരിക്കും നമുക്ക് ഒരു ഫ്ലവറിൻ്റെ ഉള്ളിലോട്ട്. കാരണം ഇതെല്ലാം കുഞ്ഞു ഫ്ലവറുകളാണ്, അപ്പം കുറച്ച് ഇത് മതി. മാക്സിമം നമ്മളിത് കണ്ടോ ഇങ്ങനെ ഇതാക്കി. ഇനി ഇത് ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനെ ഓരോന്നിനെയും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിരിക്കുന്നത്. ഞാൻ ചെയ്യുന്നൊരു എളുപ്പത്തിനുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനെയും കൂട്ടി ഇങ്ങനെ ചുരുട്ടി പിടിക്കും. എന്നിട്ട് ഇതിനെ എല്ലാത്തിനെയും ഒരുമിച്ച് ഇങ്ങനെ തിരിക്കും. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ തിരിച്ചു കഴിയുമ്പോൾ അതിനെല്ലാത്തിനും എന്നിട്ടിത് വിടർത്തിയെടുക്കുമ്പോൾ പയ്യെ നമ്മൾ ശ്രദ്ധിച്ച് വിടർത്തിയെടുക്കണം. അല്ലെങ്കിൽ ഇതുപോലെ ഓരോന്നായിട്ട് ചെയ്യാൻ നിന്നാൽ ഇതുപോലെ അത് പൊട്ടിപ്പോവാനായിട്ട് സാധ്യത കൂടുതലാണ്. കണ്ടോ, ഇങ്ങനെ കിട്ടും നമുക്ക്. ഇതിൻ്റെ ഒരു 4/1 അല്ലെങ്കിൽ ഇതിനെ 3 കട്ട് ചെയ്തിട്ട് നമുക്ക് 3 ഫ്ലവറിലേക്കായിട്ട് നമുക്ക് വയ്ക്കാം. ഓക്കെ, കണ്ടോ, ഇത് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കി ഫുള്ള് ഒരുമിച്ച് പിടിച്ചാക്കിയിട്ട് ഇങ്ങനെ വിടർത്തിയെടുക്കുക കേട്ടോ. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അറ്റത്ത് വേണമെങ്കിൽ വല്ല കളറിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിലിപ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇതിൽ ചിലതൊന്നും അങ്ങനെ പിരിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കിങ്ങനെ ചെറുതാക്കി പിടിച്ചിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്നിങ്ങനെ മുഴുവനായിട്ട് പിരിച്ച് വിട്ടിട്ട് ഇങ്ങനെ പയ്യെ വിടർത്തിയെടുക്കാം കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഈ വയറുണ്ടല്ലോ, അത് ഞാൻ ഏകദേശം ഈ ഒരു ലെവലിലൊക്കെ ഉള്ള ഒരു അളവിൽ, അതായത് ഇപ്പോൾ ഒരു 1, 2, 3, 4 ഇഞ്ച് കൂടുതലൊക്കെ വരുന്ന മാതിരിയുള്ള ഒരു 3 വയറും പിന്നെ ഇച്ചിരി നീളത്തിൽ 7 ഇഞ്ച് വലിപ്പം വരുന്ന ഒരു വയറുമായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ഞാൻ നേരത്തെ പറയാതെ വിട്ടുപോയൊരു കാര്യമാണ് ത്രെഡ് വേണേ ഇതിന്. ഈ ഫ്ലവർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വയറിൻ്റെ ഈ മോൾ ഭാഗം ഇങ്ങനെയൊന്ന് മടക്കി വെക്കണം. ഇതിങ്ങനെ മടക്കി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വയറ് നമ്മൾ നൂലിട്ട് കെട്ടിക്കഴിയുമ്പോൾ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഈ നടുക്കിൽ വയ്ക്കുന്ന ഈ യെല്ലോ ഇത് ഇങ്ങോട്ടിങ്ങനെ എടുത്ത് വയ്ക്കുക. അതിനെ കവർ ചെയ്യുന്ന വലുപ്പത്തിൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളൊരു ബ്രൗൺ കളർ ത്രെഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്, ബ്രൗൺ ടേപ്പല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ട് നൂല് കൊണ്ട് നമ്മൾ കെട്ടുക. ഇതിന് ഇളകിപ്പോകാത്ത മാതിരി നമ്മൾ നൂല് വെച്ച് കെട്ടി. ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഫ്ലവർ ചെയ്യാനാണ് ആദ്യം കാണിക്കുന്നത്. നമ്മളുടെ ഈ ചെറിയ പെറ്റൽസിനെ ഓരോന്നിനെ എടുത്തിട്ട് ഇതിനെ ഇങ്ങനെ കവർ ചെയ്ത് പൊതിഞ്ഞിരിക്കുന്ന പോലെ ആദ്യം വെക്കണം. ഒരു 3 or 4 പെറ്റൽസ് എടുത്ത് ഇതിനെ കവർ ചെയ്തിരിക്കുന്നത് പോലെ നമുക്ക് വയ്ക്കാം. നിങ്ങൾ കെട്ടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് മാറിപ്പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ കൂടുതൽ പെറ്റൽ ഇത് എന്താണ് പറയുക, ആ പെറ്റലിൻ്റെ ക്രേപ്പ് പേപ്പർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിഭാഗം ഇങ്ങനെ ഒരു ഷേപ്പിന് കട്ട് ചെയ്യുന്നത്. നമ്മൾ നോക്കുക എവിടെയാണ് പെറ്റൽ വയ്ക്കാൻ ഭംഗി എന്നുള്ളത്. ഇത് കണ്ടോ,
ഇതിങ്ങനെ ഇങ്ങനെ കൂടി നിൽക്കുന്ന പോലെ തന്നെയുള്ളൊരു ഫ്ലവർ പോലെ തന്നെയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 4 പെറ്റൽ ഇപ്പോൾ വെച്ചിട്ടുണ്ട് ചെറുത്. ഇനി അതിൻ്റെ പുറത്താണ് നമ്മൾ വലിയ പെറ്റലുകൾ വയ്ക്കുന്നത്. ഇതാ ഇനി കുറച്ചും കൂടി ഒരു ഒറിജിനാലിറ്റി തോന്നിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാലിക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. ഞാനിപ്പം ഇത് ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല. ഇതിപ്പോൾ ഒരു വലിയ ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ ഞാൻ കെട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. നൂല് വെച്ചിട്ട് ആ നൂല് കൊണ്ട് ഇങ്ങനെ കെട്ടി എടുത്തു. ഇനി നമ്മളെല്ലാ ഇതിലും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ബ്രൗൺ ടേപ്പ് നമ്മൾ ഒട്ടിച്ച് വയ്ക്കുക. ഇതൊന്നിങ്ങനെ വലിക്കുമ്പം അതിൻ്റെ പുറത്തുനിന്നൊരു ഗമ്മ് വരും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ ഇത്. പെറ്റൽസ് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഒരു ബഞ്ചായിട്ട് ചെയ്ത് വെക്കണം കേട്ടോ എപ്പോഴും ഇത് ചെയ്യുമ്പോൾ. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾ ലാസ്റ്റ് വരെ ആക്കി ഇതിനെ കട്ട് ചെയ്ത് എടുക്കുക. ഇനി ഇതിനെ നമുക്ക് കുറച്ച് വേണമെങ്കിൽ വിടർത്തി വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കണമെങ്കിൽ വെക്കാം. ഇതിൻ്റെ ഷേപ്പ് പോകാതെ നമുക്ക് ഈ വിരൽ കൊണ്ട് ഇതിനെ ഒന്നിങ്ങനെ ഒരുപാട് വിടർത്തരുത്, ഒന്ന് ജസ്റ്റ് ഒരു ഇങ്ങനെയൊന്ന് ഷേപ്പാക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളിലെ ആ റെഡ് ലൈനൊക്കെ നമുക്ക് കാണാൻ പറ്റും കണ്ടോ. ഇനി ഇതുപോലെ തന്നെ ഈ കുഞ്ഞു പെറ്റലുകൾ മാത്രം വെച്ചിട്ട് ഒരു ഫ്ലവറും കൂടി ഉണ്ടാക്കാം നമുക്ക്. ഇതിപ്പോൾ ഞാൻ കമ്പി എടുത്തു, എന്നിട്ട് ഇതിങ്ങനെ വെച്ചു, ഇതിനെങ്ങനെ ഉള്ളിലോട്ട് വെച്ച് നമ്മൾ നൂല് വെച്ച് കെട്ടി. ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ ചെയ്യണം കേട്ടോ, ഇത് ഊരിപ്പോവരുത്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മളുടെ ചെറിയ പെറ്റലുകൾ ഓരോന്നോരോന്നായിട്ട് ഇതിൻ്റെ അകത്തോട്ട് വയ്ക്കാം. ഈ ചെറിയ പെറ്റൽസ് വെക്കുമ്പോൾ ഇങ്ങനെ അത് മൂടി നിൽക്കുന്നത് പോലെ തന്നെയായിട്ട് വെക്കണം കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഫ്ലവർ ഇതിനെ കഴിഞ്ഞ് ഒരു കുറച്ചും കൂടി വലിപ്പം കൂടുതലേ ഉള്ളൂ കണ്ടോ. അങ്ങനത്തെ ഒരു സൈസിലുള്ള ഫ്ലവറും കൂടി നമ്മൾ ഉണ്ടാക്കിയെടുത്തു, ചെറിയ പെറ്റൽസ് മാത്രം വെച്ചിട്ട് കേട്ടോ. നന്നായിട്ട് ടൈറ്റായിട്ട് നൂല് ചുറ്റുക, അതിന് ശേഷം അത് കെട്ടിടുക. ഇപ്പോൾ നമുക്ക് 2 സൈസിലുള്ള ഫ്ലവേഴ്സ് കിട്ടി. അടുത്തത് നമ്മൾ ബഡ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇതിൽ നമ്മൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്ത പോലത്തെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് പെറ്റലുണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്ത പേപ്പർ ഉണ്ട്. ഇതിൽ നിന്ന് ഒരു 3ആയിട്ട് നമ്മളൊരു പെറ്റൽ കട്ട് ചെയ്യാനായിട്ട് നോക്കിയില്ലേ, അതുമാതിരി ഒരു കഷ്ണം പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. കണ്ടോ, അത് ഇത്രയും വലിപ്പം വയ്ക്കും. ഓക്കെ, എന്നിട്ട് നമുക്കിപ്പോൾ നമ്മൾ വെട്ടിക്കഴിഞ്ഞതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടാവും നമ്മുടെ കയ്യിൽ പേപ്പറുകൾ, അത് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം നമ്മളുടെ കയ്യിലുള്ള ഈ വയറെടുത്ത് ഇതിനെ ഒന്ന് ഇങ്ങനെ വളച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇത് വേസ്റ്റൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങനെ ഒരു ഷേപ്പാണ്, നമുക്ക് ബഡിൻ്റെ ഷേപ്പാണ് വേണ്ടത്. ഈ പേപ്പർ എല്ലാം കൂടി ഇങ്ങനെ പിടിച്ചിട്ട്
നമ്മൾ കൈ വെച്ച് ആ ഒരു ഷേപ്പാക്കി ഇങ്ങനെ എടുക്കുക. ഓക്കെ, ഈ കമ്പി ഇതിൻ്റെ മുകളിൽ കൂടെ കുത്തി കയറി പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ പേപ്പർ വെക്കുന്നത്. എന്നിട്ട് നമ്മൾ ത്രെഡ് വെച്ച് നന്നായിട്ട് കെട്ടി അതിനെ ഉറപ്പിക്കുക. കണ്ടോ? ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക്, അപ്പോൾ അതിന് നമ്മൾ ഈ മഞ്ഞ ഈ സാധനം ഉള്ളിൽ വെക്കുന്നതിന് പകരമാണ് നമ്മൾ ബഡാക്കി ചെയ്തെടുത്തത്. ഇനി ഇതിനെ നമ്മൾ ഇങ്ങനെ കവർ ചെയ്ത് ചെറിയ പെറ്റലുകൾ വയ്ക്കുക. അത്രയേ ഉള്ളൂ. നമുക്ക് എത്ര പെറ്റൽസാണ്, ഒരു 3-4 പെറ്റൽസ് വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം ബഡിന്. ഇപ്പം 2-3 വെച്ചാലും നമുക്കത് ഭംഗിയായിട്ട് തന്നെ ഇരുന്നോളും കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ഓരോ പെറ്റൽസ് വിരിഞ്ഞ് വരുന്നത് പോലെയേ തോന്നുള്ളൂ. 3 വെച്ചാലും മതി. നമുക്കിത് കെട്ടി എടുക്കാം. ഈ ബഡൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നല്ല പോലെ നമുക്ക് ഇത് ഈ ത്രെഡ് വെച്ച് നന്നായിട്ട് കെട്ടി ഉറപ്പിക്കണം കേട്ടോ. ഊരി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഗമ്മിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഗമ്മിടാം കേട്ടോ, ഒരു കുഴപ്പമില്ല. നമുക്ക് ഇതിലും ടേപ്പ് ഒട്ടിക്കാം. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ പുറത്ത് നമ്മൾ ടേപ്പ് ഒട്ടിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ മറ്റ് 2 ഫ്ലവേഴ്സ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നത്. ഇത് കണ്ടോ, നമ്മൾ ചെറിയ ഫ്ലവർ, അതായത് ബഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു ലാസ്റ്റ് എത്താറാവുമ്പം നമ്മൾ ഈ രണ്ടാമത്തെ വലിയ ഫ്ലവർ അല്ലാണ്ട് രണ്ടാമത്തെ സൈസിലുള്ള ഒരു ഫ്ലവർ ഉണ്ടാക്കിയില്ലേ, അതിനെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് വിടുക. ഓക്കെ, ഇപ്പുറത്തും ഈ വലിയ സൈസ് ഫ്ലവറിനെ വെച്ചിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുക. നമുക്ക് കുറച്ചും കൂടി ലെങ്ത്ത് വേണം എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഒരു വയറും കൂടി ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ട് ഇതിനെ ലെങ്ത്തിലാക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റും. ഇനി ഇതല്ല, 4 ഫ്ലവർ വെച്ച് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ സൈസിലുള്ള ഫ്ലവർ 2 ഉണ്ടാക്കുക. എന്നിട്ട് ഇതിങ്ങനെ ചുറ്റിയെടുക്കുക. ഇത്രയേ ഉള്ളൂ ഈ ഫ്ലവർ മേക്കിംഗ്. എന്ത് ഈസിയാണ് അല്ലേ? പെറ്റൽസ് ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പമാണ്. ഇത് കണ്ടോ, ഒത്തിരി പെറ്റൽസ് ഇനിയും ബാക്കിയുണ്ട് ഞാൻ ചെയ്തതിൽ. അപ്പോൾ പെറ്റൽസ് ഉണ്ടാക്കാനും വളരെ ഈസിയാണ്, ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനും ഈസിയാണ്. അപ്പം ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് എനിക്ക് ഫോട്ടോസ് അയച്ചു തരിക കേട്ടോ. ചില ആൾക്കാർ ചില വർക്കൊക്കെ ചെയ്ത് എനിക്ക് മെയിലിലും ഇൻസ്റ്റയിലും ഒക്കെ ഫോട്ടോസ് അയച്ചു തരാറുണ്ട്. കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം ഈ ഫ്ലവറും ഉണ്ടാക്കി നോക്കുക. ഇത് കണ്ടോ, ഇതുപോലെ തന്നെ ഇപ്പം ഇതിൽ ഞാൻ 4 വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതിന് ശരിക്കും ഒരു പിങ്ക് ഷെയ്ഡ് വന്ന പോലെ ഉണ്ടാവും. നമ്മൾ ആ റെഡ് കളർ ഉള്ളിൽ കൊടുക്കുന്നതുകൊണ്ടാണ് ഒരു പിങ്ക് ഷെയ്ഡ് പുറത്തേക്ക് നിൽക്കുന്നത്. അപ്പോൾ ഇതും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കുത്തി കൊടുക്കട്ടെ. ഈസി കണ്ടോ, ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുക. എന്നിട്ട് എനിക്ക് ഫോട്ടോസ് അയച്ചു തരിക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് കാണാം.